നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓരോ വീട്ടമ്മയും ഓരോ കുടുംബവും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീടുകളിൽ ദിവസവും ഉപയോഗിക്കുന്ന LPG ഗ്യാസ് സിലിണ്ടറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പലരും സിലിണ്ടർ വീട്ടിലെത്തിയാൽ അതിൻ്റെ ഭാരം നോക്കും, സീൽ ശരിയാണോ എന്ന് പരിശോധിക്കും. എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സിലിണ്ടറിന്റെ മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ABCD എന്ന അക്ഷരങ്ങളും അതിനോടൊപ്പം കാണുന്ന അക്കങ്ങളും. ഈ അടയാളങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇവയ്ക്ക് സുരക്ഷയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കാലാവധി കഴിഞ്ഞ സിലിണ്ടർ വീട്ടിലെത്തിയാൽ എന്ത് ചെയ്യണം? ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പരിശോധിക്കാം? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള വിശദമായ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ സുരക്ഷ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കേരളത്തിൽ പ്രധാനമായും ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ LPG ഗ്യാസ് സിലിണ്ടറാണ് പാചകത്തിനായി ഉപയോഗിക്കുന്നത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഗ്യാസ് ഉപയോഗം സാധാരണമായതിനാൽ ഓരോ കുടുംബവും സിലിണ്ടർ സ്വീകരിക്കുമ്പോൾ ചില അടിസ്ഥാന കാര്യങ്ങൾ അറിയേണ്ടത് വളരെ പ്രധാനമാണ്. പലരും വർഷങ്ങളായി സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അടയാളങ്ങളുടെ അർത്ഥം അറിയാത്തവരാണ്. ഈ വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സിലിണ്ടറിന്റെ മുകൾ ഭാഗത്ത് വാൽവിന് സമീപമുള്ള മെറ്റൽ പ്ലേറ്റിലോ കോളറിലോ നിങ്ങൾക്ക് ചില അടയാളങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് A26, B27, C26, D27 എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് അക്ഷരം വർഷത്തിലെ ഒരു പദത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് A എന്ന് വെച്ചാൽ ജനുവരി മുതൽ മാർച്ച് വരെ എന്നുള്ളതാണ്, അതായത് A എന്ന് വെച്ചാൽ. B എന്ന് വെച്ചാൽ ഏപ്രിൽ മുതൽ ജൂൺ വരെ എന്നുള്ളതാണ്. ഇനി C ആണെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ. D ആണെങ്കിലോ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ. ഇതിന് പിന്നാലെ വരുന്ന സംഖ്യ ആ പരിശോധനാ കാലയളവിന്റെ വർഷത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് B27 എന്ന് കണ്ടാൽ 2027 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിനുള്ള പരിശോധനാ ചിഹ്നമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പലർക്കും ഒരു സംശയമുണ്ടാവും, ഈ കോഡ് സിലിണ്ടറിന്റെ ഉപയോഗ കാലാവധി അവസാനിക്കുന്ന തീയതിയാണോ എന്നുള്ളത്. പൊതുവെ ഈ അടയാളം സിലിണ്ടറിന്റെ അടുത്ത നിർബന്ധിത പരിശോധനയുമായി ബന്ധപ്പെട്ടതാണ്. സിലിണ്ടറുകൾ നിശ്ചിത ഇടവേളകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒരു കോഡ് മാത്രം കണ്ടിട്ട് സിലിണ്ടർ അപകടകരമാണെന്ന് നിഗമനത്തിലെത്താൻ പാടില്ല. ഒരു ഗ്യാസ് സിലിണ്ടർ വീട്ടിലെത്തുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. സീൽ പൊട്ടിയിട്ടില്ലെന്ന് ഉറപ്പാക്കണം. അതുപോലെ വാൽവിന് കേടുപാടില്ലെന്ന് പരിശോധിക്കുക. സിലിണ്ടറുകളിൽ വലിയ വിള്ളൽ, തുള, അസാധാരണമായ കേടുപാടുകൾ ഉണ്ടോ എന്ന് നോക്കുക. സിലിണ്ടർ ചോർച്ചയുടെ ഗന്ധമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കോളറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പരിശോധനാ കോഡ് ശ്രദ്ധിക്കുക. ഈ പരിശോധനകൾക്ക് അധിക സമയം വേണ്ട, എന്നാൽ സുരക്ഷയുടെ കാര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഗ്യാസ് ഡെലിവറി ജീവനക്കാരൻ സിലിണ്ടറിൽ വീട്ടിലെത്തിക്കുമ്പോൾ 2-3 മിനിറ്റ് ചെലവഴിച്ച് സിലിണ്ടർ ഒന്ന് പരിശോധിക്കുക. ഇത് ജീവനക്കാരെ സംശയിക്കുന്നതിനല്ല, ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ സ്വന്തം സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ്. സാധാരണയായി അംഗീകൃത വിതരണക്കാർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നത്. എന്നിരുന്നാലും സ്വീകരിക്കുന്ന സമയത്ത് ഒരു ദൃശ്യ പരിശോധന നടത്തുന്നത് നല്ലതാണ്. വീട്ടിൽ ഗ്യാസ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ഗ്യാസ് സ്റ്റവും സിലിണ്ടറും ഇടയിലെ ഹോസ് പൈപ്പ് പഴകിയിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് പരിശോധിക്കുക. റെഗുലേറ്റർ ശരിയായി ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഗ്യാസ് മണക്കുകയാണെങ്കിൽ തീ കൊളുത്തരുത്. അതുപോലെ വൈദ്യുത സ്വിച്ചുകൾ ഓൺ ചെയ്യുകയും ചെയ്യരുത്. വാതിലുകളും ജനലുകളും തുറന്ന് വായു സഞ്ചാരം ഉറപ്പാക്കുക. ആവശ്യമായാൽ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ സുരക്ഷാ സീൽ പരിശോധന. ഒരു പുതിയ സിലിണ്ടർ ലഭിക്കുമ്പോൾ സുരക്ഷാ സീൽ ശരിയായ നിലയിലാണോ എന്ന് നോക്കുന്നത് വളരെ പ്രധാനമാണ്. അതായത് സീൽ കേടായതായി തോന്നുകയോ മുൻപ് തുറന്നതായി സംശയം തോന്നുകയോ ചെയ്താൽ അതിനെക്കുറിച്ച് ഉടൻ ഡെലിവറി ജീവനക്കാരോട് ചോദിക്കാം. ഉപഭോക്താവിന് സംശയം തോന്നുന്ന സാഹചര്യത്തിൽ വ്യക്തത തേടുന്നത് ഒരു അവകാശമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, LPGക്ക് സ്വാഭാവികമായി ഗന്ധമില്ല. എന്നാൽ ചോർച്ച തിരിച്ചറിയാൻ
സഹായിക്കുന്നതിനായി ഒരു പ്രത്യേക ഗന്ധമുള്ള ഒരു പദാർത്ഥം അതിൽ ചേർക്കാറുണ്ട്. അതുകൊണ്ടാണ് സിലിണ്ടർ ഘടിപ്പിച്ചതിന് ശേഷം ശക്തമായ ഗ്യാസ് മണം അനുഭവപ്പെടുകയാണെങ്കിൽ അത് അവഗണിക്കരുത്. അത്തരം സാഹചര്യങ്ങളിൽ റെഗുലേറ്റർ ഓഫ് ചെയ്യുക, തീ കൊളുത്തരുത്, ലൈറ്റർ ഉപയോഗിക്കരുത്, വൈദ്യുത സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക, വാതിലുകളും ജനലുകളും തുറന്നു വായു സഞ്ചാരം ഉറപ്പാക്കുക. തുടർന്ന് അംഗീകൃത ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെടുക. ഗ്യാസ് ലീക്കേജ് ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ സോപ്പ് കലർത്തിയ വെള്ളം ഹോസിന്റെ ജോയിന്റുകളിലും റെഗുലേറ്ററുകളിലും സമീപം പുരട്ടാം. കുമിളകൾ രൂപപ്പെടുകയാണെങ്കിൽ ചോർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വയം അറ്റകുറ്റപ്പണി നടത്താതെ ഗ്യാസ് ഏജൻസിയെ അറിയിക്കുക. പല അപകടങ്ങളും സിലിണ്ടറിനേക്കാൾ പഴകിയ ഹോസ് പൈപ്പുകൾ മൂലമാണ് ഉണ്ടാകുന്നത്. സുരക്ഷാ വിദഗ്ധർ ഇത് പലപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഹോസ് പൈപ്പിൽ വിള്ളലുണ്ടോ, കഠിനമായ വളഞ്ഞിട്ടുണ്ടോ, അതുപോലെ എലികൾ കടിച്ചതിന്റെ അടയാളമുണ്ടോ, വളരെ പഴയതാണോ, ഇവ ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. അതുപോലെ റെഗുലേറ്ററിന്റെ കാര്യമാണ്. റെഗുലേറ്റർ ശരിയായി ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. റെഗുലേറ്റർ ഘടിപ്പിക്കുമ്പോൾ അസാധാരണമായ ശബ്ദം കേൾക്കുകയോ ഗ്യാസ് മണം വരികയോ ചെയ്താൽ ഉടൻ ഓഫ് ചെയ്ത് പരിശോധന നടത്തണം. അതുപോലെ ചില വീടുകളിൽ സൗകര്യക്കുറവ് കാരണം സിലിണ്ടർ അടച്ച അലമാരിക്കുള്ളിൽ വെക്കാറുണ്ട്. ഇത് സുരക്ഷിതമായ രീതിയല്ല. സിലിണ്ടർ എപ്പോഴും വായു സഞ്ചാരമുള്ള സ്ഥലത്ത് നേരെ നിർത്തിയാണ് ഉപയോഗിക്കേണ്ടത്. കിടത്തി വയ്ക്കുകയും മറിച്ചു വയ്ക്കുന്നതും ഒഴിവാക്കണം. പാചകം കഴിഞ്ഞാൽ റെഗുലേറ്റർ ഓഫ് ചെയ്യുന്ന ശീലം നല്ലതാണ്. വീട്ടിൽ ദീർഘസമയം ആരുമില്ലെങ്കിൽ റെഗുലേറ്റർ അടച്ചിരിക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.